ഇയാൾ അപ്പൊ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഇയാൾക്ക് അയക്കുന്ന അയാൾക്കൊരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? അയാൾ കൊഞ്ചി കുഴഞ്ഞ് കുറെ ഇമോജീസ് ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നം ഒക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഞാനത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട്. അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ എങ്കിൽ കാണണം, ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം, അതാണ് ഇതാണ്. അത് കഴിഞ്ഞ് ബിഗ് ബോസിന്റെ പുറകിൽ നടക്കുന്ന പെണ്ണുപിടികളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു സംഭവം ആദ്യം പുറത്തു കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അഖിൽമാരാറാണ്. ഈ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് അഖിൽമാരാറിന് ഭയങ്കര രീതിക്കുള്ള വിമർശനം കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പക്ഷെ ഇപ്പൊ പലരും അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്, അതായത് ഇതേപോലെ ഇപ്പൊ ഞങ്ങൾ കൂടെ കടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവസരം തരാം എന്നുള്ള രീതിക്ക് സംസാരിച്ചിട്ട് അങ്ങനെ പലരോട് സംസാരിച്ചു എന്നുള്ള രീതിക്ക് പലരും വന്നിട്ടുണ്ട്, പല പെൺകുട്ടികളും വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ഒരു പുള്ളിക്കാരി വന്നിട്ട് പുള്ളിക്കാരിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ വേറൊരു പുള്ളിക്കാരി, അപ്പൊ ഈ ഒരു പുള്ളിക്കാരിയുടെ കാര്യം നോക്കണമെങ്കിൽ ഈ പുള്ളിക്കാരി ഏകദേശം 3 വർഷം മുന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് ഒരു കോള് തന്നെ, ബിഗ് ബോസിനകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് എടുക്കാന്നുള്ള രീതിക്ക് ഒരു കോള് തന്നെ. അപ്പൊ ആ ഒരു ടൈമിന്റെ പുള്ളിക്കാരിക്ക് ഇതിനകത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷവും പുള്ളിക്കാരിക്ക് ഇതേപോലെ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോഴും താല്പര്യമില്ലാണ്ട് പിന്നെ ഈ അടുത്ത് പുള്ളിക്കാരിക്ക് അങ്ങോട്ടൊരു, അതായത് എനിക്ക് ബിഗ് ബോസിൽ കയറണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി അങ്ങോട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് വരാം. അങ്ങോട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഈ നമ്മുടെ അഖിൽമാരാറ് പറഞ്ഞ് ഈ ക്രൂവിനകത്തുള്ള ആളാണ് ആയിരിക്കണം. അപ്പൊ ആ ഒരു പുള്ളി വന്നിട്ട്, ആ ഒരു പുള്ളി തന്നെയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ പുള്ളി തന്നെ അവനാണ് സാധ്യത. അപ്പൊ ആ ഒരു പുള്ളി ഈ പുള്ളിക്കാരി എനിക്ക് പല രീതിക്കുള്ള മെസ്സേജുകളും അതേപോലെ തന്നെ മെയിനായിട്ട് രാത്രിയാണ് ഇതേപോലെയുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. അപ്പൊ ആ ഒരു അതിനെ പറ്റിയിട്ട് ഈ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, നമുക്ക് അതൊന്നും കണ്ടു. ഇയാൾ അപ്പൊ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജ് എന്റെ ബോയ് ഫ്രണ്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇയാൾക്ക് അയക്കുന്ന അയാൾക്കൊരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? ഓപ്പോസിറ്റ് എന്റെ സൈഡിൽ നിന്ന് അങ്ങനെ അത് അയാളുടെ എനർജി റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് ഒരു റെസ്പോൺസും പോകാറില്ല. അപ്പൊ പിന്നെ അയാൾ നിർത്തണമായിരുന്നു. അയാൾ കൊഞ്ചി കുഴഞ്ഞ് കുറെ ഇമോജീസ് ഒക്കെ ഇട്ട് കുറച്ചിങ്ങനെ ലവ് ചിഹ്നം ഒക്കെ ഇട്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഞാനത് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിന് ഞാൻ റിപ്ലൈ എടുക്കാറുണ്ട്. അതല്ലാണ്ട് എന്നോട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് വരാറുണ്ടോ എങ്കിൽ കാണണം, ബാംഗ്ലൂരിൽ ഞാൻ വരുമ്പോൾ പറയാം, അതാണ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീസൺ ബിഗ് ബോസിന്റെ ഫിനാലെ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, മുംബൈയിലാണ് ഷോ കാണാം. എന്നിട്ട് അയാളെ ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ വേറൊരു കാര്യം, എന്നെ ഇയാളെ നോർമൽ കോൾ ചെയ്യാറില്ല. ഇയാൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ വാട്സാപ്പിൽ മാത്രമേ കോൾ ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ പൊതുവെ വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും കോൾ ചെയ്താൽ ഞാനത് എടുക്കാറില്ല. രണ്ടുപേരും നെറ്റ്വർക്ക് കണക്ഷൻ പ്രോപ്പർ ആയിരുന്നല്ലേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഞാൻ രണ്ടും കോളും എടുക്കാറില്ല. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ നോർമൽ കോളാണ് എല്ലാവരും തിരിച്ചു വിളിക്കുന്നത്. ഇയാളെ ഞാൻ അങ്ങനെ വിളിക്കും, എന്താ ചേട്ടാന്ന് ചോദിച്ച് വിളിക്കും. അപ്പോൾ ഇയാൾ പറയും, ഈ കോൾ ശരിയല്ല, നമുക്ക് വാട്സാപ്പ് കോൾ മതി എന്നും പറഞ്ഞിട്ട് ഈ കോൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഇയാൾ വാട്സാപ്പ് കോൾ ചെയ്യും. ഞാൻ വാട്സാപ്പ് കോൾ ഒരിക്കലും രണ്ടോട്ടൊന്നും ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തേയില്ല. ഇയാൾ നിർബന്ധം ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് എന്തെങ്കിലും കാര്യം. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങളൊക്കെ ആരാണ് ഈ പണിക്കെടുക്കുന്നത്? അതായത് ഈ ബിഗ് ബോസ് പോലത്തെ ഇത്രയും ഇന്റർനാഷണൽ ഷോ ആണ് അത് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതേപോലത്തെ ഷോയിനകത്തേക്ക് ഈ ഇമ്മാതിരി ലൈംഗിക ദാരിദ്ര്യം പിടിച്ച് ഓരോരുത്തന്മാരെയൊക്കെ എടുത്ത് വച്ചേണ്ടി ഇരുന്ന് കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കും. ഇനി പറയാൻ പറ്റൂല, ഇതൊക്കെ ചിലപ്പോൾ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് വിളിക്കണത്. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഈ പുള്ളിക്കാരനെ വാട്സപ്പ് കോൾ മാത്രം വിളിക്കുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ ഈ മുംബൈയിൽ വരുമ്പോൾ അതായത് അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളോട് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവരോട് അങ്ങനെ മെസ്സേജ് അയച്ചും. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ട ഒരു പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇതിന്റെ പുറകിൽ ഇങ്ങനത്തെ സംഭവം നടക്കുമ്പോഴത്തേക്കും പലരും അത് പുറത്ത് പറയാനായിട്ട് മടിക്കും. പക്ഷെ ഈ അഖിൽമാരാർ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം പുറത്ത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഈ ഇവരെ പോലുള്ള പലരും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായവര് പലരും വന്നിട്ട് പുറത്ത് ഇത് പറയുന്നതുകൊണ്ട് നമ്മളൊക്കെ ഇതൊക്കെ അറിയണം. അല്ലാണ്ട് ഇതേപോലെ അറിയാണ്ടൊക്കെ എത്ര പരിപാടികൾ ഇതിന്റെ പുറകിലൊക്കെ നടക്കണ്ടാവുന്ന ബാക്കിയുണ്ടോ? സോ യെസ്, എന്നെ അങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഫിനാലെ നടക്കല്ലേ, കയറി മുംബൈയിലാണ്, നമുക്കിവിടെ കുറേ ആൾക്കാരൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം, ആ രീതി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഓഫീസ് ഉണ്ടെന്നോ എന്തോ മുടന്ന ന്യായമൊക്കെ പറഞ്ഞു. ഞാനും ഇത് വിട്ടൊരു കാര്യം, ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചില്ലായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ഓഡീഷൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഓഡീഷനിൽ നടന്ന എല്ലാ റൗണ്ടിലെ കാര്യം ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് ഒരു ഓഡീഷൻ. അപ്പം മീറ്റ് 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ എന്തോ ബിഗ് ബോസിൽ ഒരു ക്ലിപ്പിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരുടെയും ഇന്റർവ്യൂവിൽ നിന്നുള്ള ഒരു ഇത്. അപ്പം അവരെല്ലാവരും ഇരുന്ന് അതേ ചെയറിൽ അതേ ഓഫീസിൽ ആ ഒരു സ്ഥലത്ത്, ഞാനത് കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അപ്പം ആ സ്ഥലത്തിരുന്ന് ആ ലാസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ. ഈ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഇവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് ഈ ഷോയിൽ ഒരിക്കലും ആ ഒരു സിമ്പതി നേടാൻ ഞാൻ നോക്കില്ല. നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ പറയില്ല. ഐ വാസ് ആക്ച്വലി റെഡി ടു ഷെയർ വിത്ത് ദം. പക്ഷേ ലാസ്റ്റ് റൗണ്ടിൽ ഒരു
റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നിൽ ഞാനത് ഫാമിലിയെ കുറിച്ച് പറയില്ല. അപ്പോൾ ഇവർ കുറെ ഫാമിലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്താണ് അച്ഛൻ എവിടെയാണ് ഇപ്പം, അമ്മ എവിടെയാണ് ഇപ്പം, എന്തുകൊണ്ടാണ് താൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഐ എം എൻ ഓർഫൻ, അച്ഛനും അമ്മ എനിക്കില്ല, 18 വയസ്സ് മുതൽ എന്നെ ഞാനാണ് വളർത്തിക്കൊണ്ട് വരുന്നത്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി, അതല്ലാണ്ട് വേറെ എനിക്ക് സംഭവമൊന്നുമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇവർ അന്ന് അവിടെ ഇരുന്നിട്ടും എന്നോട് ഇങ്ങനെ ഇരുത്തി. അപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുകാരെന്നോട് ചെയ്ത കാര്യം വന്ന് പറഞ്ഞ് എന്താണ് ആ ഒരു സിമ്പതിയുടെ പേരിലുള്ള വോട്ടും എനിക്ക് വേണ്ട, അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഫാൻസിനെ എനിക്ക് വേണ്ട. ഒരാൾക്ക് ഒരു കാര്യം താല്പര്യമില്ലെങ്കിൽ അത് തന്നെ പിന്നെയും ചോദിച്ച് എന്നിട്ട് അത് കുത്തിയെടുത്ത് പുറത്തിട്ടിട്ട് അതിനെ വിറ്റ് വ്യൂസ് ഉണ്ടാക്കലും അതാണല്ലോ അതായത് മെയിനായിട്ട് TRP ഉണ്ടാക്കലാണല്ലോ ഈ ബിഗ് ബോസിന്റെ ഒരു മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്തിരി കരളലിയിപ്പിക്കുന്ന അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തിട്ട് നാട്ടുകാരെ കാട്ടുകയാണെങ്കിൽ കുറെ ആൾക്കാർ വന്നിട്ട് കരഞ്ഞു വിളിച്ചിട്ട് ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടും. അതേപോലെ തന്നെ പല രീതിക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതിന് വേണ്ടി ഒരു മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, നമ്മുടെ പാസ്റ്റിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിനകത്തോ എന്തെങ്കിലും ഒരു ദുരനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ പുറത്തിടാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഈ പുള്ളിക്കാരിയുടെ കേസിനകത്ത് ഉണ്ടായത്. കാര്യം പുള്ളിക്കാരിക്ക് പറയാൻ താല്പര്യം ഇല്ലെങ്കിലും അവർ പിന്നെയും കുത്തി ചോദിച്ചിട്ടിരിക്കണേ. കാര്യം അവർക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിട്ടണം. ബാക്കിയുണ്ടോ? അപ്പോൾ ഇവർ ഈ ടോപ്പിക് വിട്ട അത് ആയപ്പോഴും ഇവർ ഒരുമാതിരിയായി, ഇവർക്ക് അത് കിട്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ എന്നോട് ഇത് കഴിഞ്ഞ് കുറേ സംസാരിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയോ ചീറ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക്ക് വന്നു. ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്നതും ഈ എക്സ്ട്രാ അഫെയർസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ടോപ്പിക്ക് ഞങ്ങൾ വന്നെത്തി. അപ്പം ഇത് എത്തിയ സമയത്ത് അപ്പം ഞാനെന്താ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ പൊതുവേ എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്സിൽ ഈ ഒരു ചീറ്റിംഗ് എന്നൊരു സംഭവം വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു ഞാൻ പൊതുവേ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളെ മാത്രമല്ല, എനിക്ക് അറിയുന്ന ഒരാളാണെങ്കിലും ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും നിൽക്കത്തില്ല. ആരെങ്കിലും ഈ ചീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ചീറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ പാർട്ട്ണറിനെ അറിയിക്കുകയും ചെയ്യും, എൻ്റെ ഫ്രണ്ടിനോട് ഞാനത് ചെയ്യരുതെന്ന് പറയുകയും ചെയ്യും. അപ്പം ഇവർ പറഞ്ഞു ഇവർ ഭയങ്കരമായിട്ട് ആ ടോപ്പിക്കിൽ എന്തിനാ ഇവർ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതൊന്ന് പറഞ്ഞ് തീരേണ്ട ഒരു സംഭവമായിരുന്നു. ഞാൻ എത്ര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഞാൻ ഈ ഷോയ്ക്ക് ക്യാപ്റ്റാണോ എന്ന് നോക്കുന്നതിന് പകരം ഇവരെല്ലാവരും കൂടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബാക്കി കാര്യങ്ങളിൽ കിടന്ന് ഇവർ തൂങ്ങാൻ തുടങ്ങി. ഇവരെല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞു. അതിൽ മെയിനായിട്ട് 4 പേരാണ്. ഇവർ തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടായും, ഇതുപോലൊരു വാഴ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അവരവിടെ എന്തിനായിരിക്കുന്നതെന്ന് അവർക്ക് പോലും വലിയ പിടിയൊന്നും ഇല്ല. അവർ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ സ്ത്രീ ഒരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവിടെ. സോ ഇവരെന്നോട് പറഞ്ഞത് തനിക്ക് എങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനോട് തനിക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ തനിക്ക് നോ പറഞ്ഞാൽ പോരെ, താൻ എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, എൻ്റെ കൺമുമ്പിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്ന് പറഞ്ഞു. അല്ല അത് തനിക്ക് അറിയാൻ പറ്റത്തില്ല, ഒരാൾ ഒരു മാരേജിൽ ചീറ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് കാണും, അല്ലെങ്കിൽ ചിലപ്പം 2 ഭർത്താവും ഭാര്യയും ഒരുമിച്ചായിരിക്കും മറ്റുള്ളവരുടെ കൂടെ കിടക്കുന്നത്. അപ്പം തനിക്ക് കിടക്കണ്ടെങ്കിൽ താൻ കിടക്കാതിരുന്നാൽ പോരെ, എന്തൊക്കെയോ ബിഗ് ബോസിന്റെ ടീം തന്നെ അല്ലേ? അത് എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കണേ. കാര്യം ഇവർ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കണത്. അതായത് ഇപ്പൊ ചീറ്റിങ് താല്പര്യം ഉണ്ടാ, അതായത് ഇപ്പൊ നിങ്ങൾ ചീറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ തടയാൻ പോകുന്നത്, ഇമാതിരി ചോദ്യമൊക്കെയാണ് ഒരു ഇന്റർവ്യൂവിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ചോദിക്കണേ. പിന്നെ ഇപ്പൊ അവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് 2 പേർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവര് വേറൊരാളുടെ കൂടെ റിലേഷനകത്ത് ഇരിക്കണത് തെറ്റുണ്ടോ, അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചോദ്യങ്ങളാണ്. കാര്യം അവർ ആദ്യമേ അതിനൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞ് ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോവാല്ല. ഇനി നിങ്ങൾക്ക് അവരെ താല്പര്യം ഇല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടാം. ഇത് അവരെ പറഞ്ഞു വിടാണ്ട് അവിടെ ഇരുത്തിയിട്ട് പിന്നെ അടുത്ത ചോദ്യം ഇത് തന്നെ ഇട്ട് പിന്നെ കുത്തി ചോദിച്ചിട്ടിരിക്കുന്നത് അതെന്തൊട്ട് പരിപാടിയാണ്. ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ചോദ്യങ്ങളും അതേപോലെ ഇമാതിരി ആൾക്കാരെയും വെച്ചോണ്ടിരിക്കണ പരിപാടിയാണെന്നൊക്കെ ഇപ്പോഴാട്ടാ അറിയണത്. ബാക്കിയുണ്ടോ? കഴിഞ്ഞിട്ട് പറഞ്ഞു ബട്ട് സ്റ്റിൽ മാത്രമല്ല താൻ ബാക്കിയുള്ളവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചെയ്തൊരു ചോയ്സ് അല്ല, മറ്റൊരാൾക്ക് വേറൊരാളുടെ കൂടെ പോയി കിടക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ എൻ്റെ ഒരു ബിഗ് ബോസ് ഇന്റർവ്യൂവിൽ അവിടെ ആകെ സംസാരിച്ചുകൊണ്ടിരുന്നത് കിടത്തവും ഇരുത്തവും ഒക്കെ മാത്രമായിരുന്നു. ഈ പറയുന്ന കാര്യം പ്രൂഫ് എന്ന് എൻ്റെ കൈ കാണിക്കുകയല്ല, പക്ഷേ ഇത് ആ ഓഫീസിലുള്ള ഒരു അവർ എല്ലാ ഇന്റർവ്യൂവും റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകെ ഭയങ്കര ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. അപ്പം എൻ്റെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടി ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നോ അല്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ കുട്ടി ഇപ്പോൾ ഈ ഷോയിനകത്തുണ്ട്. ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട്. സോ ആ പേര് ഞാനിവിടെ പറയുന്നില്ല. ആ കുട്ടി ആരാണെന്ന് മേ ബി അങ്ങനെ അല്ലായിരിക്കും ആ കുട്ടിക്ക് കിട്ടിയത്. കുറച്ച് ക്യൂട്ട്നെസ് കൂടുതലായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും അയാൾക്കത് കിട്ടിയത്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. സോ ലെറ്റ് ഇറ്റ്.
ഓക്കെ, അപ്പൊ അത് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ അല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് ഏപ്പടത്തിന്റെ ഒരു ഇന്റർവ്യൂ പോലത്തെ സെറ്റപ്പാണ് ആ പുള്ളിക്കാരി പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്. കാര്യം അവർക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ടായില്ല. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരിയുടെ കൂടെ ഇന്റർവ്യൂവിനകത്ത് അറ്റൻഡ് ചെയ്ത ഒരാൾ ഇപ്പൊ നിലവിനകത്ത് ബിഗ് ബോസിനകത്ത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വളരെ അങ്ങനെ ഊഹിച്ച് പറയാനൊന്നും പറ്റില്ല. പുള്ളിക്കാരി ഇവിടെ ആരെയും പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആരും ഊഹിച്ചൊന്നും ഉണ്ടാക്കല്ല. അപ്പൊ ഇമാതിരി പരിപാടികൾ, അതായത് മെയിനായിട്ട് എനിക്കിനകത്തൊരു വിഷയമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങേര് ഈ പുള്ളിക്കാരിനെ രാത്രി മെസ്സേജ് അയച്ചും അതേപോലെ വിളിക്കുകയൊക്കെ ചെയ്ത അങ്ങേര് അപ്പന്മാരെ പോലുള്ളവരെയൊക്കെ ഈ ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് അധികകാലം ഈ പരിപാടിയും കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.